പാലക്കാട് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൂത്തുകളിൽ വോട്ടർമാരുടെയൊക്കെ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. സരിൻ വോട്ട് ചെയ്യാനെത്തിയ മണപ്പുള്ളിക്കാവ് 88-ാം നമ്പർ ബൂത്തിൽ സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. NDAയുടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ രാവിലെ വോട്ട് രേഖപ്പെടുത്തി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ഉള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഈസ്റ്റ് അക്കര ബൂത്തിലെത്തി കോൺഗ്രസ് MP ഷാഫി പറമ്പിലും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പിരായിരിയിൽ ഇരട്ട വോട്ട് ആരോപിക്കപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ ഒരു വയോധികനായിരുന്നു. അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം എഴുതി വാങ്ങി ഫോട്ടോ എടുത്ത ശേഷമാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവവികാസങ്ങൾ ഇപ്പോഴും ഈ പോളിംഗ് ദിനത്തിലും പാലക്കാട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മേഘന മുരളി വിവരങ്ങൾ നൽകും. മേഘന, ഈ യന്ത്ര തകരാർ ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ തന്നെ ഉണ്ടാകുന്നു. പോളിംഗ് മന്ദഗതിയിൽ പോകുന്ന ചിലയിടങ്ങളെങ്കിലും ഉണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ വീണ്ടും പോളിംഗ് മന്ദഗതിയിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കുറച്ച് സമയം മുന്നേ അത് വീണ്ടും ആൾക്കാർ എത്തുന്നു, അല്ലെങ്കിൽ വോട്ടർമാർ കൂടുതൽ എത്തുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും വോട്ടിംഗ് മന്ദഗതിയിൽ തുടരുന്നു, അല്ലെങ്കിൽ മന്ദഗതിയിലേക്ക് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് പോളിംഗ് ശതമാനം നിൽക്കുന്നത്. 27% ഇപ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മണിയാവുമ്പോഴേക്കും 35% ഈ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നു. ഒന്നും അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം, അത് BJP സ്ഥാനാർത്ഥി E. ശ്രീധരനും ഷാഫി പറമ്പിലുമായി ഒരു ഇഞ്ചോടിഞ്ച് മത്സരം ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഭൂരിപക്ഷത്തിന് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഷാഫി പറമ്പിൽ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ വിജയിച്ചു കയറുന്നത്. അന്ന് ഈ 11 മണിയാവുമ്പോഴേക്കും 35% പോളിംഗ് ഉണ്ടായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ. കൂടാതെ മൊത്തത്തിൽ 75% ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 11 മണി കഴിയുമ്പോൾ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 27%. അതിലും പാലക്കാട് നഗരസഭ അടക്കമുള്ള മേഖലകളിൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ മടിക്കുന്നു എന്നുള്ളൊരു പ്രവണത, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ ഇരിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണാനുണ്ട്. അതിൽ ഇനി ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 27.03 അതായത് 35-ൽ നിന്ന് 27-ലേക്ക് മാത്രമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് പോളിംഗ് മന്ദഗതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ ഈ പാലക്കാട് നഗരസഭയിൽ 26.42 പോളിംഗ് ശതമാനം. അതായത് ഈ പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് BJPക്ക് വലിയ തരത്തിൽ വോട്ട് ബാങ്ക് ഉള്ള, അല്ലെങ്കിൽ BJP കഴിഞ്ഞ 8 വർഷമായി പാലക്കാട് നഗരസഭ ഭരിക്കുകയാണ്. പക്ഷേ അവിടെ കോൺഗ്രസിന് വോട്ടുകളുണ്ട്. കോൺഗ്രസും ഇത്തവണ നഗരസഭയിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് അവിടെ കൂടുതൽ നേതാക്കൾ എത്തുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്ത്, നഗരസഭാ ഭാഗത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ UDFന് വലിയ തരത്തിൽ അട്ടിമറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ നഗരസഭാ ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LDFും P. സരിനും അവിടെ നഗരസഭാ ഭാഗം കേന്ദ്രീകരിച്ച്, പട്ടണ ഭാഗം കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ പ്രചരണം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയതും ഈ ഒരു നഗരസഭാ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് ഈ നഗരസഭയിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നഗരസഭാ ഭാഗം, പട്ടണ ഭാഗം ആർക്ക് അനുകൂലമായി നിൽക്കുന്നോ അവർക്കായിരിക്കും കുറച്ചുകൂടി വിജയ സാധ്യത എന്ന് പറയേണ്ടി വരും. പക്ഷേ അവിടെ ഇപ്പോൾ പോളിംഗ് ശതമാനം മന്ദഗതിയിലാണ്. അതായത് 26% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരും ഈ ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള ധാരണകളടക്കം കുറെ പേർക്കുണ്ട്. കൂടാതെ ഈ ഒരു സമയത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പലരും സ്ഥലത്തില്ലാത്ത, നാട്ടിലില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു. ഇതിൽ നഗരസഭയിൽ BJPക്ക് തന്നെയാണ് ഭൂരിപക്ഷം ലഭിക്കുന്നതെങ്കിൽ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം, പാലക്കാട് തന്നെ BJPയും UDFും LDFും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം ഉണ്ട് എന്ന് കണക്കാക്കണം. അല്ലെങ്കിൽ അതായത് പാലക്കാട് ഒരു നഗരസഭാ ഭാഗത്ത് ഒരു ഭൂരിപക്ഷം ആർക്കും ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതൊരു മെജോറിറ്റി നേടാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഒരു ചിത്രമെങ്കിൽ ഇപ്പോൾ നൽകുന്ന ഒരു ചിത്രം അത് അങ്ങനെ ആയിരുന്നില്ല വോട്ടർമാർ കരുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു എത്രയും വേഗം തന്നെ ഈ ഒരു ചൂട് കനക്കുന്നതിന് മുന്നേ തന്നെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ, അത് എല്ലാ മുന്നണികളും ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങുന്നു. മുന്നണികൾ ഈ താഴെത്തട്ടുള്ള പ്രവർത്തകന്മാരെ സജ്ജമാക്കിക്കൊണ്ട് അവർ വാഹനങ്ങൾ എടുത്ത് വീട്ടിലെത്തി തങ്ങളുടെ വോട്ടർമാരോട് വോട്ട് ചെയ്യാൻ വേണ്ടിയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള അഭ്യർത്ഥന നടത്തുന്ന, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന കാഴ്ചയും നമ്മൾ പാലക്കാട് മണ്ഡലത്തിൽ കാണുന്നു. കൂടാതെ പഞ്ചായത്തുകൾ നോക്കുമ്പോൾ മാത്തൂറും കണ്ണാടിയും പിരിയാരിയും പഞ്ചായത്ത്, ഇതിൽ ഈ പിരിയാരി പഞ്ചായത്തിലാണ് സരിൻ വോട്ട് ചെയ്യാൻ എത്തി മടങ്ങിപ്പോയത്. സരിൻ ഇപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞ് വോട്ട് ചെയ്യാം, തനിക്ക് കൂടുതൽ ബൂത്തുകൾ സന്ദർശിക്കാനുണ്ട് എന്നുള്ളതാണ് സരിൻ അത് കഴിഞ്ഞ് പറഞ്ഞത്. സരിൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. പിന്നീട് ഷാഫി പറമ്പിലടക്കം C. കൃഷ്ണകുമാറും രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തു. അതിൽ മാത്തൂർ പഞ്ചായത്തിൽ ഇപ്പോൾ 23.48 വോട്ടിംഗ് ശതമാനം. അതുപോലെ കണ്ണാടിയിൽ 24%, പിരിയാരി 23% നിൽക്കുന്നു. അങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോളിംഗ് ശതമാനം ഇഞ്ചോടിഞ്ചാണ്. പക്ഷേ കഴിഞ്ഞ 2021 ഒരു പോളിംഗ്
പോളിംഗ് എത്തുന്നില്ല. 1,94,000 വോട്ടർമാരുണ്ട്. ഇതിൽ 1,50,000 വോട്ടർമാരെങ്കിലും ഇവിടെ പോൾ ചെയ്താൽ മാത്രമേ അവിടെ ഈ ഇഞ്ചോടിഞ്ച് മത്സരം അതേപോലെ തന്നെ വോട്ടർമാരും എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ BJPയും CPMഉം LDFും UDFും ഇഞ്ചോടിഞ്ച് മത്സരമുണ്ട്, അല്ലെങ്കിൽ ത്രികോണ പോരാട്ടമുണ്ട് എന്ന് ജനങ്ങൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ പകുതി പേരെങ്കിലും 75% പേരെങ്കിലും വോട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ഇനി പാലക്കാടിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു 11 മണി 12 മണി കഴിഞ്ഞാൽ പിന്നീട് 3 മണി 4 മണി സമയമാകുമ്പോൾ, അതായത് വൈകുന്നേരം ആകുമ്പോൾ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാകും പോളിംഗ് ബൂത്തിലേക്ക്. ഇനി ആ ഒരു സമയത്തേക്ക് മാത്രമാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും പോളിംഗ് ശതമാനം നമ്മൾ മന്ദഗതിയിൽ എന്ന് പറയുമ്പോഴും ഇനി എങ്ങനെയാണ് ആൾക്കാർ എത്താൻ പോകുന്നത് എന്നുള്ളത് പ്രവചനാതീതമാണ്. അതുകൊണ്ട് ഇപ്പോൾ മന്ദഗതിയിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 5-7% കുറവിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കൂടാതെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് AK ബാലനെ കുറിച്ചായിരുന്നു. AK ബാലൻ വോട്ട് ചെയ്യാൻ വരി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. AK ബാലൻ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. AK ബാലനും ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇതിൽ ഈ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, ആ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് സംസാരിക്കുകയായിരുന്നു AK ബാലൻ. അതിൽ സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും അവിശുദ്ധ ബന്ധം മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അതായത് സന്ദീപ് വാര്യരും BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ UDFന് ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. 3 തവണ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിൽ, ഷാഫി പറമ്പിലിനെ പിൻഗാമിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകും മണ്ഡലത്തിലെ സാഹചര്യം എന്നുള്ളതാണ് AK ബാലൻ പ്രതികരിക്കുന്നത്. അങ്ങനെ AK ബാലന്റെ പ്രതികരണങ്ങൾ വന്നു. ഇനി വോട്ട് ചെയ്യാനുള്ളത് P സരിനാണ്. P സരിൻ എപ്പോൾ വോട്ട് ചെയ്യും? P സരിനൊക്കെ ഇങ്ങനെ ഒരു തത്രപ്പാടിലാണ്. അതായത് എല്ലാ വോട്ടർമാരെയും കാണുക, അവസാനമായി ഒന്ന് മുഖം കാണിക്കുക എന്നുള്ളൊരു തത്രപ്പാടിലാണുള്ളത്. കൂടാതെ ഇന്ന് രാവിലെയും അടക്കം ഈ സ്ഥാനാർത്ഥികളൊക്കെ 5 അക്ക ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത്. അതായത് തങ്ങൾക്ക് 5 അക്ക ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രവചിക്കുന്നത്. പക്ഷേ ഈ 5 അക്കമൊക്കെ ഉണ്ടാവണമെങ്കിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തണം. പക്ഷേ ആ ഒരു ട്രെൻഡ് കാണാനില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് മണ്ഡലത്തിലെ ട്രെൻഡ് പോകുന്നത് എന്നുള്ളത് ഈ പോളിംഗ് ശതമാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. ഇനി പ്രതീക്ഷിക്കേണ്ടത് വൈകുന്നേരം 3 മണി 4 മണി സമയമാകുമ്പോഴാണ്. കൂടാതെ പ്രവർത്തകരൊക്കെ കൂടുതൽ സജ്ജമാകുന്നു. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇരട്ട വോട്ട് ആരോപണമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരട്ട വോട്ട് ആരോപണം വലിയ തരത്തിലുണ്ടായിരുന്നു. അതിനെ ചലഞ്ച് ചെയ്യുമെന്നുള്ളത് BJP അടക്കമുള്ള UDFും LDFും അടക്കമുള്ള ആളുകൾ പോളിംഗ് ബൂത്തിൽ ചലഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇരട്ട വോട്ട്, നേരത്തെ ഒരു വയോധികന്റെ കാര്യം പിരിയാരി പഞ്ചായത്തിൽ സൂചിപ്പിച്ചു, അങ്ങനെ ഇരട്ട വോട്ടുകൾ ചലഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇരട്ട വോട്ടുള്ള ആളുകളുടെ അത്തരത്തിലൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഈ വോട്ട് LDF വോട്ട് ചലഞ്ച് ചെയ്തിരിക്കുന്നു എന്ന നിലയ്ക്ക് തന്നെ സംഭവം ഉണ്ടാകുന്നു. ഒരു വോട്ടർ തിക്കുറിശ്ശിയിൽ നിന്നുള്ള ഒരു വോട്ടറാണ് അത്തരത്തിൽ ഈ വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. വോട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് LDF രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ കണ്ണാടിയിലെ 170 നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സംഭവം എന്തായാലും മേഘന പറഞ്ഞ സമയത്ത് തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സമയം, പക്ഷേ ആ സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായും. കാരണം അതായത് ഈ ഇരട്ട വോട്ട് ചലഞ്ച് ചെയ്യപ്പെടുക എന്നുള്ളത് അത് ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഈ നിമിഷത്തിൽ ഇത്തരത്തിൽ ഒരു സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം പറയുമ്പോഴും അത് എപ്പോൾ വേണമെങ്കിലും മറിയാമെന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. കാരണം ഈ CPM അടക്കമുള്ള LDF അടക്കമുള്ളവർ അത്തരത്തിൽ 5000-ലധികം 3000-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഡാറ്റ അടക്കം വെച്ച് ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുള്ളത്. അങ്ങനെ ഈ എവിഡൻസ് അടക്കം വെച്ച് പരാതി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് നിമിഷവും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് മണ്ഡലത്തിലെ പല ബൂത്തുകളും, പല പഞ്ചായത്തുകളിലെയും പല ബൂത്തുകളും മാറാം എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാം. അത് തന്നെയാണ് ഇപ്പോൾ എബി സൂചിപ്പിച്ച തിക്കുറിശ്ശി പഞ്ചായത്തിലെ കാര്യം. അതായത് പല ബൂത്തുകളിലും ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളുണ്ട്. ഇരട്ട വോട്ടുകൾ ഉള്ളവരുടെ ലിസ്റ്റ് അടക്കം തയ്യാറാക്കി പ്രവർത്തകർ വെച്ച് അവിടെ ചലഞ്ച് ചെയ്യാനായി, വോട്ട് ചെയ്തതിന് ശേഷം ചലഞ്ച് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്, അങ്ങനെയുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഏത് വിധേനയും ഇരട്ട വോട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി രേഖപ്പെടുത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കി, അല്ലെങ്കിൽ നേരത്തെ ഈ ചിത്രമടക്കം രേഖപ്പെടുത്തി അങ്ങനെ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ഇനി ഇവിടെ വോട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നടപടികളിലേക്ക് അതായത് പാലക്കാട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഏത് നിമിഷമാണ് എന്ത് വിഷയമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് സംഭവമാണ്, എന്ത് സംഭവ വികാസങ്ങളാണ്, കോലാഹലങ്ങളാണ് മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് പ്രവചിക്കാനേ പറ്റില്ല. അത്തരത്തിലാണ് മണ്ഡലത്തിലെ
സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ വോട്ടെടുപ്പ് ദിവസവും എന്തും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ AK ബാലന്റെയും K മുരളീധരന്റെയും അടക്കം വാക്കുകൾ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നത്. എന്താണ് അവർ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് വിഷയമാണ് അടുത്ത സെക്കൻഡുകളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ആകാംക്ഷ ഈ ഒരു പോളിംഗ് ദിവസവും വോട്ടെടുപ്പ് ദിവസവും നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് ഈ ആകാംക്ഷ നിലനിർത്തുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങളൊക്കെ അതേ സ്പിരിറ്റിൽ ജനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ അവിടെ ഒരു ആശങ്കയുള്ളൂ. അത് മുന്നണികൾക്കും ആശങ്കയുണ്ടാകുന്നു. അത്തരത്തിൽ എല്ലാ പ്രവർത്തകരും ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് സജീവമായി കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ പ്രവർത്തകർ വാഹനമടക്കം ഓട്ടോറിക്ഷയും ബൈക്കും ഒക്കെ എടുത്ത് ഈ ഒരു എമർജൻസി ആംബുലൻസ് പോലെ പ്രവർത്തിക്കുകയാണ്. അവർക്ക് ഈ വോട്ടർമാരെ എത്രയും പെട്ടെന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, അവർക്ക് മടിച്ചിരിക്കാതെ, അതായത് എന്തെങ്കിലും തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ, മടിച്ചിരിക്കൽ ഉണ്ടെങ്കിൽ അവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ മുന്നണികളും ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ തന്നെ എല്ലാ പ്രവർത്തകരും സജ്ജമാകുന്നു. എന്തായാലും ഈ കഴിഞ്ഞ 29 ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ ത്രികോണ പോരാട്ടം അത് പെട്ടെന്ന് നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ആദ്യം തുടങ്ങുന്നത് പീസറിലാണ്. പീസറിന്റെ നമ്മൾ ഓർക്കുന്നു, പീസറിന്റെ ഒരു പത്രസമ്മേളനത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ്. അവിടുന്ന് അടിക്കടി ഒരു പാർട്ടി മാറ്റം ഉണ്ടാകുന്നു, മുന്നണി മാറ്റം ഉണ്ടാകുന്നു, പിന്നീട് കത്ത് വിവാദം ഉണ്ടാകുന്നു, K മുരളീധരന്റെ വിഷയങ്ങൾ ഉണ്ടാകുന്നു, പരസ്യ പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ, വാഗ്വാദങ്ങൾ, കോലാഹലങ്ങൾ പലതുണ്ടാകുന്നു. അങ്ങനെ പല വിഷയങ്ങൾ. കൂടാതെ ഒരു രാത്രി പുലർച്ചെ കേരള രാഷ്ട്രീയം ഉറക്കമൊഴിച്ചു കണ്ട ഒരു ട്രോളി വിവാദം, ഹോട്ടലിലെ ആക്രമണ സംഭവങ്ങൾ, അടിപിടി, കോലാഹലം, കയ്യാങ്കളി ഉണ്ടാകുന്നു. അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ നിറഞ്ഞു നിന്ന, അതായത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നുപോയത്. ആ കാലത്തിന്റെ അതേ വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പോളിംഗ് ദിവസം ഉണ്ടായിട്ടുണ്ടോ? അത് 5 മണി 6 മണി സമയം ആകുമ്പോഴേക്ക് ഈ ചിത്രം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ മന്ദഗതിയിലാണ്. ഇനിയിപ്പോൾ പാലക്കാട് ചൂട് ഉച്ചസ്ഥായിലാണ്. ഇനി ജനങ്ങൾ കുറച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് കുറയും. ആ സമയം കഴിഞ്ഞ് ഒരു 2 മണി 3 മണി 4 മണി സമയം ആകുമ്പോഴേക്കും വീണ്ടും ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാകും. അത് മുന്നണികളുടെ ഒക്കെ ഇടപെടൽ മൂലം ആൾക്കാർ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തും, അവർ വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇനി അറിയാനുള്ളത് എന്താണ് വിലയിരുത്തൽ, അല്ലെങ്കിൽ വോട്ടർമാരുടെ ഒരു എന്ത് വെച്ചാണ് വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ വിഷയം എന്തായിരുന്നു, അവരുടെ അടിസ്ഥാന വിഷയങ്ങളായിരുന്നു അവരുടെ പോളിംഗ് ബൂത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അവരുടെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, അവിടെ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്, സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ, കൂടാതെ സിറ്റിംഗ് മണ്ഡലമാണ് UDFന്റെ. അങ്ങനെ 3 മുന്നണികളുടെയും ഒരു വിലയിരുത്തൽ കൂടി ആകുന്ന ഒരു കാഴ്ചയുണ്ടാകും. കാരണം അത് സർക്കാരിന്റെ LDF സർക്കാരിന്റെ വിലയിരുത്തലാകും, BJP ഭരിക്കുന്ന നഗരസഭയുടെ വിലയിരുത്തലാകും, സിറ്റിംഗ് UDF മണ്ഡലമാണ്, അങ്ങനെയുള്ള വിലയിരുത്തലുണ്ടാവും. ഈ വിലയിരുത്തലൊക്കെ ഉണ്ടായിട്ടായിരിക്കും അത്തരം വിലയിരുത്തലുകൾക്കൊക്കെ ശേഷമായിരിക്കും ജനങ്ങൾ വിധി എഴുതുന്നുണ്ടാവുക. എന്തായാലും കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തട്ടെ, അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് ആ ത്രില്ല് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വിജയത്തിൽ, അല്ലെങ്കിൽ 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അത്തരത്തിലൊരു ത്രികോണ മത്സരം, അല്ലെങ്കിൽ അവസാന നിമിഷം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുമെന്നടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഫോട്ടോ ഫിനിഷ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടാവണമെങ്കിൽ ഇനിയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ 28% പാലക്കാട്ടെ പോളിംഗ് ശതമാനം, നഗരസഭാ ഭാഗത്ത് 26%, കൂടാതെ മാത്തൂർ, കണ്ണാടി, പിരിയാരി പഞ്ചായത്തുകളിൽ 23, 24, 23 അങ്ങനെയാണ് ശതമാനം മുന്നോട്ട് പോകുന്നത്. പോളിംഗ് ശതമാനം ഉയരട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര, അല്ലെങ്കിൽ ഈ വിവാദങ്ങളൊക്കെ കത്തു നിന്ന സമയത്ത് പ്രതീക്ഷിച്ചത്ര ഒരു ഇഞ്ചോടിഞ്ച് മത്സരം എന്നുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും മുന്നണികളൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. അതായത് പ്രവർത്തകർ അവരുടെ പ്രവർത്തകർ, അല്ലെങ്കിൽ അവർ വോട്ട് ഉറപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. തീർച്ചയായും മേഘന പറഞ്ഞതുപോലെ തന്നെ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടുകളിലാണ് അല്പം മന്ദഗതിയിൽ സംഭവങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. നഗരസഭാ പരിധി എന്ന് പറയുന്നത് BJPക്ക് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ പിന്തുണ ലഭിച്ച ഒരു പ്രദേശം കൂടിയാണ്. ഏതാണ്ട് 6000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ മാത്രം ലഭിക്കുന്ന സാഹചര്യം BJPക്ക് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അതിനുശേഷം ആണ് മറ്റ് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അതിനെ ടാലി ചെയ്ത് അതിനെ മറികടന്ന് ഏതാണ്ട് 4000-ൽ താഴെ മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷം വിജയമൊരുക്കാൻ, അല്ലെങ്കിൽ വിജയിച്ച് കയറാൻ ഷാഫി പറമ്പലിന് കഴിഞ്ഞ ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും BJPക്ക് അവരുടെ കോട്ട കാക്കണം എന്നുള്ള ഒരു തികഞ്ഞ ഒരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ ഇത്തവണ, കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് എത്തണമെന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. പക്ഷേ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഈ ഒരു പോളിംഗിന്റെ മന്ദഗതി കാണുമ്പോൾ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കൊട്ടിക്കലാശ സമയത്ത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം കണ്ടു. പക്ഷേ ആൾക്കൂട്ടം ഒന്നും തന്നെ വോട്ടായി മാറുന്നില്ല, അല്ലേ?
തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് നമ്മൾ ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്റ്റാർ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നത് വയനാടായിരുന്നു. പക്ഷേ വയനാടൊന്നുമില്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാലക്കാട് തന്നെയായിരുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലം തന്നെയായിരുന്നു. എല്ലാ മാധ്യമ ശ്രദ്ധയും ഉണ്ടായിരുന്നത് ഈ പാലക്കാടേക്ക് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഈ വിഷയങ്ങളൊക്കെ, അതായത് ഈ ജനങ്ങൾ അബക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ട്രോളി വിവാദം അടക്കമുള്ള, കത്ത് വിവാദമടക്കം, ഈ NN കൃഷ്ണദാസിന്റെ ഒരു പട്ടി പരാമർശം ഉണ്ടായിരുന്നു. അങ്ങനെ വർഗീയ പരാമർശങ്ങൾ, സ്ഥാനാർത്ഥികൾ, അത് രാഹുൽ മാങ്കൂട്ടത്തിലും C കൃഷ്ണകുമാറും സരിനും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു, വാഗ്വാദങ്ങൾ നടത്തുന്നു. കൂടാതെ ഈ 3 സ്ഥാനാർത്ഥികളുടെയും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് തന്നെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് BJP-യിലാവുമ്പോൾ അത് K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പിണക്കത്തിലാണ് എന്നുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ LDF-ൽ മറ്റൊരു മുന്നണിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളൊരു വിഷയങ്ങൾ LDF-ൽ ഉണ്ടായിരുന്നു. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ആരോപണം UDF-ലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്തോടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് പലതരത്തിലും വിവാദങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അത് തന്നെയായിരുന്നു ജനങ്ങളുടെ വിവാദ വിഷയങ്ങൾ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, എത്രത്തോളമാണ് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ചർച്ച ചെയ്യപ്പെടും. കാരണം എല്ലാ മുന്നണികളും മണ്ഡലത്തിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ എന്താണ്. ഈ പാലക്കാട് പോലെ കുറച്ച് ഗ്രാമീണ മേഖലയടക്കം കൂടുതലുള്ള മണ്ഡലമാണ്. കൂടാതെ കൽപ്പാത്തി അടക്കമുള്ള, ഈ കർണാടകയിൽ അടക്കമുള്ള പല പ്രദേശങ്ങൾ, അത് ഗ്രാമീണ പ്രദേശങ്ങളുണ്ട്. കൂടാതെ അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ചർച്ചകൾ ഈ മുന്നണികൾ താഴെത്തട്ടിലെത്തി നടത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള സർക്കാരിന്റെ വിലയിരുത്തൽ, പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ, BJP-യുടെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവായിരിക്കും. കാരണം ഈ മാധ്യമങ്ങളിൽ പോലും അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല. മറിച്ച് ആ നടന്നത് മുഴുവനും, അല്ലെങ്കിൽ അടിക്കടി ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ മുഴുവനും പലതുമായിരുന്നു. അത് പല വിവാദങ്ങളും, ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പിലും കാണാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് ജനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഈ കോലാഹലങ്ങളൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത് എന്ന് തന്നെയാണ് അവരുടെ ഈ ഒരു പോളിംഗ് ബൂത്തിൽ, അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലടക്കം പ്രതിഫലിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവർക്ക്, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നും ആയിരുന്നില്ല പ്രശ്നം. മറിച്ച് അവർക്ക് കുടിവെള്ള വിതരണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡ് വികസനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അവിടെ വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ മുന്നണികൾ എന്തു ചെയ്തു, അവിടെ വോട്ടർമാരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതിനുള്ള സമയം മുന്നണികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ ഈ നഗരസഭയുടെ കാര്യം പറയുമ്പോൾ, നഗരസഭ BJP ഭരിക്കുന്ന നഗരസഭയാണ്. പക്ഷേ അവിടെ C കൃഷ്ണകുമാർ അടക്കം പറയുന്നത് തങ്ങൾക്കൊരു ആശങ്കയില്ല. അതായത് ഈ പോളിംഗ് കുറയുന്നു എന്ന് പറയുമ്പോഴും തങ്ങൾക്കൊരു ആശങ്കയില്ല. തങ്ങളുടെ വോട്ടർമാരൊക്കെ കൃത്യമായും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്, തങ്ങളുടെ വോട്ടൊക്കെ കൃത്യമായും പോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. കൂടാതെ ഈ നഗരസഭയിൽ തന്നെയാണ് കൂടുതലായും BJP ഒരു മേൽക്കോയ്മ പ്രതീക്ഷിക്കുന്നത്, നഗരസഭയിൽ തന്നെയാണ്. അത്തരത്തിൽ ഈ C കൃഷ്ണകുമാർ അടക്കം ഈ നഗരസഭ കേന്ദ്രീകരിച്ചായിരുന്നു പലതരത്തിലും പല ദിവസങ്ങളിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ പലതരത്തിലും ഈ നഗരസഭാ ഭാഗം, കൂടാതെ കർണാടകയിലടക്കമുള്ള പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളൊക്കെ BJP കുറച്ച് മേൽക്കോയ്മ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതുണ്ടാകുമോ? പക്ഷേ C കൃഷ്ണകുമാർ അല്പസമയം മുന്നേ അടക്കം പ്രതികരിച്ചു. അവിടെ പറയുന്നത് മന്ദഗതിയിലാകുന്നത് നമുക്ക് ആശങ്കയില്ല, നമ്മുടെ വോട്ടുകളൊക്കെ പോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്, ഇനി അവർക്ക് ഈ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അത് ജനങ്ങൾക്കൊരു മടുപ്പുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിരിക്കും. കാരണം അങ്ങനെ ഒരിക്കലും ഒരു പക്വമല്ലാത്ത പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അവസാനം ഈ P സരിന്റെ പത്രസമ്മേളനത്തിൽ തുടങ്ങി, പിന്നീട് ഈ പത്രത്തിൽ പരസ്യം നൽകിയിട്ടുള്ള വിവാദങ്ങൾ വരാൻ നിൽക്കുന്നു. അത് തന്നെയാണ് പ്രചരണ വിഷയം എന്നുള്ളത് പാർട്ടി സെക്രട്ടറി അടക്കമുള്ള, UDF കൺവീനർ അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത് തന്നെയാണ് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, ഇത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ എന്ന് എല്ലാവരും, എല്ലാ നേതാക്കളും, ഇന്ന് AK ബാലനടക്കം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇപ്പോഴും 5 അക്ക ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. 5 അക്ക ഭൂരിപക്ഷം എന്ന് പറയുന്ന 5 അക്ക ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ അതിലൊരു 77% പോളിംഗ് ശതമാനം ഉയരേണ്ടതുണ്ട്. അങ്ങനെ എങ്കിൽ മാത്രമേ മുന്നണികൾ പ്രതീക്ഷിച്ച ഒരു വിജയം അവർക്ക് അവിടെ ലഭിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതുണ്ടാവുന്നില്ല. ജനങ്ങൾ അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 1,94,000-ലധികം ജനങ്ങളുണ്ട്. അതിൽ 1,50,000 ജനങ്ങളെങ്കിലും പോൾ ചെയ്യണം. ആ പോൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പോൾ ചെയ്യപ്പെടുമോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 11:52 ആയിരിക്കുന്നു സമയം. 11:52 കഴിഞ്ഞ് 12 മണി, 1 മണി സമയങ്ങളൊക്കെ ജനങ്ങൾ ഇങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി ക്യൂ നിൽക്കാനൊന്നും മെനക്കിടുന്നൊരു സമയമല്ല. മറിച്ച് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഇനി പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് പ്രതീക്ഷിക്കേണ്ടത് 3 മണി, 4 മണി, 5 മണി സമയത്താണ്. ആ സമയത്ത് കൂടുതൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് മനസ്സിലാകാം. എന്തായാലും ഈ മുന്നണികളൊക്കെ ഇപ്പോൾ ഈ ഒരു മന്ദഗതിയിലായിരിക്കുന്ന പോളിംഗ് വളരെ വേഗത്തിൽ ഇനി വരുന്ന ഈ മണിക്കൂറിൽ ഇത് ശരിക്കും ഒരു
മരവിച്ച ഒരു സമയം കൂടിയാണ്. ഈ ചൂട് അതിശക്തമായി തന്നെ ഉണ്ടാകുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇനി അതിനുശേഷം ഒരു 4 മണിയോടുകൂടി 3:30-ക്ക് ശേഷം ഒരുപക്ഷെ പോളിംഗ് ബൂത്ത് വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആളുകളുടെ ഒരു തള്ളിക്കയറ്റം ഒരുപക്ഷെ അനുഭവപ്പെട്ടെങ്കിൽ, പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് വളരെ പിറകിലാണ് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോഴും 30% പോലും പോളിംഗ് എത്താൻ കഴിഞ്ഞിട്ടില്ല. 12 മണിയോട് അടുക്കുന്ന സമയത്തും ആ നിലയ്ക്ക് തന്നെ ഒരു മന്ദഗതി പോളിംഗ് തുടരുകയാണ്. ആൾക്കൂട്ടം ഒന്നും തന്നെ വോട്ടായി മാറുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ ആളുകൾ വരാൻ വിമുഖത കാണിക്കുമ്പോഴും കൂടുതൽ ആളുകളെ പ്രത്യേകമായി വാഹനങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമത്തിലാണ് മുന്നണികളും പ്രവർത്തകരും എല്ലാം തന്നെ ഉള്ളത്. നിരവധിയായിട്ടുള്ള സംഭവവികാസങ്ങൾ ഇപ്പോഴും അവിടെ പാലക്കാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചാലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് മേഘന മുരളിയാണ്.